പ്രിയരെ, സ്വാഗതം. ഒരു ചെറിയ സംഭവം ഒരു വലിയ അനുഭവമായി മാറിയ കഥയാണ് എനിക്കിന്ന് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഞാനൊരിക്കൽ പാലായിൽ ഒരു കല്യാണം കൂടാൻ പോയതാണ്. വലിയ പള്ളിയാണ്, പള്ളി നിറയെ ആളാണ്. ആളുകൾ ഉള്ളിൽ ഒതുങ്ങാത്തവരെല്ലാം വരാന്തയിലും മൂന്തളത്തിലും എല്ലാം ആയിട്ട് ചെതറി. എല്ലാവർക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോലും പാടില്ലാത്ത രീതിയിൽ ജനസഞ്ചയം. ഞാൻ പുറത്തിരുന്നിട്ട് എൻ്റെ ചിന്തകളിൽ മുഴുകി മിണ്ടാതെ ഇരിക്കുക. അപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഒരു വനിത എൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തല ഉയർത്തി നോക്കി. കുറച്ച് നേരം മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, റോസ്മേരി അല്ലേ? അതേന്നേ എന്ന് പറഞ്ഞു. ഏതാണ്ട് ചിരപരിചിതരുടെ ഞാൻ വാസ്തവം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ കണ്ടുമുട്ടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂട്ടുകാരുടെ മാതിരി സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോൾ റോസ്മേരിയുടെ കവിതകളെ പറ്റിയും എൻ്റെ രചനകളെ പറ്റിയും ഒക്കെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ ചിരപരിചിതരായി, ഞങ്ങൾ നല്ല കൂട്ടുകാരായി. പെട്ടെന്ന് റോസ്മേരി എൻ്റെ മുഖത്തേക്ക് ഒന്ന് കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, സിസിലിയമ്മയുടെ ഉള്ളിലെ ഒരു ദീപം കത്തുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം ഞാൻ വളരെ ദുഃഖിതയാണെന്ന് ഓർത്തും വിഷമിച്ചിരിക്കുകയാണെന്ന് ഓർത്തിരിക്കുന്ന സമയത്താണ് ഈ കൂട്ടുകാരി എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് തന്നെ എൻ്റെ മുഖം തെളിയുന്നതായിട്ട് തോന്നി. അതെനിക്കൊരു നല്ലൊരു അനുഭവമായിട്ട് മാറി. എൻ്റെ പേഴ്സണാലിറ്റിയിൽ തന്നെ അതിനൊരു വ്യത്യാസം വരുത്താൻ ആ ഒരു വാക്കിന് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഈ ദീപം എന്നിലിപ്പോഴും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മങ്ങി മങ്ങി കത്തും, ഇടയ്ക്കിടയ്ക്ക് കെട്ടുപോകാറാവും. അങ്ങനെയൊക്കെ ഇരുന്നാലും ഞാൻ അതിനെ വീണ്ടും തെളിക്കും. ആ ദീപത്തിൻ്റെ ഒരു ശക്തി ഇന്നും എന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരെ, നമ്മൾ ഒരു നല്ല വാക്ക്, ഒരു സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം, ഒരു സ്പർശനം, ഇതൊക്കെ നമ്മുടെ സഹജീവികളിൽ വരുത്താവുന്ന വലിയ മനോഹരമായ മാറ്റങ്ങളെപ്പറ്റി നമ്മൾ അവെയറല്ല. നമ്മളതൊന്ന് മനസ്സിലാക്കണം. റോസ്മേരിക്ക് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നന്ദി പറയുകയാണ്. ഞങ്ങൾ പിന്നീട് കണ്ടിട്ട് പോലുമില്ല. എന്നാലും ഞാനിത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദി. നമുക്ക് വീണ്ടും കാണാം.